ഹായ് ഫ്രണ്ട്സ്, വാട്സപ്പിൻ്റെ പുതിയ പ്രൈവസി പോളിസിയിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തൊട്ടതാഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ഫോണിൽ ലഭിക്കാനായിട്ട് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വാട്സപ്പ് തങ്ങളുടെ പുതിയ പ്രൈവസി പോളിസി 2021 ഫെബ്രുവരി 8 നിലവിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞിരുന്നെങ്കിലും അനേകം എതിർപ്പുകൾ വന്നതിനെ തുടർന്ന് എന്താണ് പ്രൈവസി പോളിസി എന്ന് ജനങ്ങളെ മനസ്സിലാക്കുന്നതിനായിട്ട് വാട്സപ്പ് ആ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് മെയ് 15 എന്ന് പറയുന്ന ഒരു ഡേറ്റിലേക്ക് വെച്ചു. അതിനുശേഷം ഫെബ്രുവരി 8 ശേഷം വാട്സപ്പ് നിരന്തരമായിട്ട് ഓരോരുത്തരുടെയും പേഴ്സണൽ ചാറ്റിനകത്ത് എന്താണ് പ്രൈവസി പോളിസി എന്നുള്ള നോട്ടിഫിക്കേഷൻസ് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മളുടെ ഇന്ത്യ ഗവൺമെൻറ് പലതവണയായിട്ട് വാട്സപ്പിനെ വാർണിംഗ് ചെയ്തു, ഈ പറയുന്ന പ്രൈവസി പോളിസി ഒഴിവാക്കണം. വാട്സപ്പിനോട് പല രീതിയിൽ വിശദീകരണങ്ങളൊക്കെ തേടുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ട് ഈ മെയ് 15 ഈ ഒരു സെയിം കാര്യം തന്നെ നിലവിൽ വരുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അതായത് മെയ് 15 തൊട്ട് വാട്സപ്പിൻ്റെ പ്രൈവസി പോളിസി ആക്ടിവേറ്റ് ആയി. അപ്പോൾ ആ ഒരു പോളിസി നേരത്തെ അക്സെപ്റ്റ് ചെയ്തവർക്ക് ഇനി തുടർന്ന് എപ്പോഴും വാട്സപ്പ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അക്സെപ്റ്റ് ചെയ്യാത്തവർക്ക് തൽക്കാലത്തേക്കിന് ഇപ്പോൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഓരോ ദിവസങ്ങൾ കഴിയും തോറും ഓരോ ഫീച്ചറുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരികയും അവസാനം വാട്സപ്പ് തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രൈവസി പോളിസി പ്രാബല്യത്തിൽ വന്നതിൻ്റെ പിന്നാലെ ഇന്ത്യ ഗവൺമെൻറ് അതുപോലെ തന്നെ IT മന്ത്രാലയം എന്നിവരൊക്കെ ചേർന്നിട്ട് വീണ്ടും വാട്സപ്പിന് ഒരു നോട്ടീസ് അയച്ചിരിക്കുകയാണ്. 7 ദിവസത്തെ കാലാവധിയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒന്നുകിൽ പ്രൈവസി പോളിസിക്കകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ പ്രൈവസി പോളിസി നമ്മുടെ രാജ്യത്ത് പാടില്ല എന്നുള്ള രീതിയിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വാട്സപ്പ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കത്തില്ല. ഒരുപക്ഷെ നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഇതേ സമയമൊക്കെ ആയപ്പോഴത്തേക്കിനാണ് ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് യൂത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആപ്ലിക്കേഷനായിട്ടുള്ള ടിക്ടോക്ക് യാതൊരു ദാക്ഷിണ്യവും കൂടാതെയാണ് ഗവൺമെൻറ് ബാൻ ചെയ്തത്. എത്ര പോപ്പുലറായിട്ടുള്ള കാര്യമാണെങ്കിലും സെക്യൂരിറ്റി ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന ആപ്ലിക്കേഷൻസ് യാതൊരു രീതിയിലും വെച്ച് പൊറുപ്പിക്കില്ലെന്ന് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ്. പക്ഷേ ടിക്ടോക്ക് പോലെ അല്ല വാട്സപ്പ്. ടിക്ടോക്ക് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് മാത്രം ആയിരുന്നു യൂസ്ഫുൾ ആകുന്നത്. പക്ഷേ വാട്സപ്പ് എന്ന് പറയുന്നത് ചെറുപ്പക്കാർ മുതൽ പ്രായമായ ആൾക്കാർ വരെ ഒരുപോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വാട്സപ്പ്. പിന്നീട് ഗവൺമെൻറ് ഇതുപോലെ ഒരു നിലപാട് സ്വീകരിക്കാനായിട്ടുള്ള ഒരു കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, US ഓൾറെഡി പ്രൈവസി പോളിസി നിലവിലുണ്ട്. പക്ഷേ അവിടുത്തെ പ്രൈവസി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യേണ്ടവർക്ക് അക്സെപ്റ്റ് ചെയ്യാം, അല്ലാത്തവർക്ക് അക്സെപ്റ്റ് ചെയ്യാതെ യൂസ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഇന്ത്യ രാജ്യത്തോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അക്സെപ്റ്റ് ചെയ്തെങ്കിലേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. എന്തെങ്കിലും മാറ്റങ്ങൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാട്സപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുള്ള രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ്. വാട്സപ്പ് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നത് തന്നെ ഈ പറയുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. അത് വാട്സപ്പ് എന്നല്ല, ഏത് ജനപ്രിയമായിട്ടുള്ള ആപ്ലിക്കേഷൻ ഇറങ്ങിക്കഴിഞ്ഞാലും നമ്മളുടെ ഇന്ത്യയാണ് അതിന് നല്ല രീതിയിൽ മാർക്കറ്റിംഗ് കൊടുക്കുന്നത്, ഏറ്റവും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ മാറ്റം വരുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. വേറൊരു പ്രശ്നമുള്ളത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വാട്സപ്പ് ബാൻ ആയാലും വാട്സപ്പിനോട് കിടപിടിച്ച് നിൽക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ നിലവിലില്ല എന്നുള്ളതാണ്. വാട്സപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മെസ്സേജിങ് ആപ്ലിക്കേഷൻ മാത്രമല്ലായിരുന്നു, നമ്മളുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനായിരുന്നു. പല കാര്യങ്ങളും നമുക്ക് അതിനകത്തൂടെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. ഇപ്പോൾ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇവരുടെ എല്ലാ മീറ്റിങ്ങുകളും ഇവരുടെ എല്ലാ കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യുന്നത് എല്ലാം വാട്സപ്പ് വഴിയായിരുന്നു. വളരെ സൗകര്യമുള്ള ഒരു ആപ്ലിക്കേഷനായിരുന്നു. ഇതിന് പകരക്കാരനായിട്ട് മറ്റൊരാളെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ടെലഗ്രാം, സിഗ്നൽ പോലെയൊക്കെയുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും ഇതിന് കംപ്ലീറ്റ് ആയിട്ട് പകരമൊന്നും നമുക്ക് പറയാനായിട്ടും സാധിക്കത്തില്ല. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രൈവസി പോളിസി ഇങ്ങനെ വരുന്നു എന്ന് കേട്ടപ്പോഴത്തേക്കിന് എലോൺ മസ്ക് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ കയറിയിട്ട് യൂസ് സിഗ്നൽ എന്ന് പറയുന്ന ഒരു കോട്ടിട്ടു. അത് കണ്ടിട്ട് മസ്ക് ആരാന്ന് പോലും അറിയാൻ മേലാത്ത നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്തു, ഈ പറയുന്ന സിഗ്നൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചു. ഇപ്പോഴത്തെ സിഗ്നലിൻ്റെ അവസ്ഥ എന്നാണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിനകത്ത് നമ്മൾ വാട്സപ്പ് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കിന് ഇത് താഴേക്ക് വരുമ്പോഴേക്കും ഇവിടെ എബൌട്ട് ദിസ് ആപ്പ് എന്നുള്ളിടത്ത് നമ്പർ 4 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിസ്റ്റ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇവിടുന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ടെലഗ്രാം ആണ് ഒന്നാമത് നിൽക്കുന്നത്, ട്രൂ കോളറാണ് രണ്ടാമത് നിൽക്കുന്നത്. അപ്പോൾ എന്താണ് ട്രൂ കോളറിന് എത്ര പ്രത്യേകത? വേറൊരു വീഡിയോയിൽ നമുക്കതൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് വാട്സപ്പ് ബിസിനസ്, വാട്സപ്പ് മെസ്സഞ്ചർ, ഇനി സിഗ്നലാണല്ലോ നമ്മളുടെ വിഷയം. ചരിത്രത്തിൽ പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കണ്ടോ, 26ാമത്തെ പ്ലേസിലായിട്ട് സിഗ്നൽ തള്ളപ്പെട്ടു.
ഈ കഴിഞ്ഞ ഇടയ്ക്ക് പ്രൈവസി പോളിസി വന്നപ്പോഴത്തേക്കിന് നമ്പർ 1 കിടന്ന ആപ്ലിക്കേഷനാണ്. ആൾക്കാരെല്ലാം വെറുതെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് ഒരു മനുഷ്യൻ പോലും അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഉപയോഗിക്കാതെ വന്നപ്പോൾ അതിൻ്റെ റാങ്ക് നേരെ താഴോട്ട് പോയി. ഒരുപക്ഷെ അടുത്ത ആഴ്ച എന്നുള്ളത് സിഗ്നലിന് ഈ പറയുന്ന സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തേക്ക് കയറി വരാനായിട്ടുള്ള ഒരു ചാൻസ് വാട്സപ്പ് ഉണ്ടാക്കി കൊടുക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള ചാറ്റ്, ഫോട്ടോ, വീഡിയോ ഇതൊക്കെ വാട്സപ്പിനകത്ത് കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ സേവ് ചെയ്ത് മാറ്റി വെക്കുക. എങ്ങാണം ബാനായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഡേറ്റ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് ഇപ്പോൾ തന്നെ അത് മാറ്റി വെക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി ഇൻഫർമേഷൻസ് നമുക്ക് ഒരുപക്ഷെ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് അറിയാനായിട്ട് സാധിക്കുമായിരിക്കും. എന്താണെങ്കിലും തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു കണ്ടന്റ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ പറയുന്ന വീഡിയോയ്ക്ക് താഴെ കൊടുക്കുക. നിങ്ങൾ വാട്സപ്പ് കളഞ്ഞോ, വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടോ, എഗ്രി ചെയ്തോ, എഗ്രി ചെയ്തില്ല, എല്ലാ കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അപ്പോൾ പുതിയൊരു ഇൻഫർമേഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.